ചാവക്കാട് മെയിൻ റോഡാണ് ഈ കാണുന്നത്. മെയിൻ റോഡിന്റെ ബൈപ്പാസിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഗുരുവായൂർ കുന്നംകുളം ഭാഗത്ത് നിന്ന് കൊടുങ്ങല്ലൂർ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ കണ്ടില്ലേ? വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ, നിരവധി വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്. ഇവിടെ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവും, വളരെ ചെറിയ ഒരു 2 ഇഞ്ചിന്റെ ഒരു പൊളിവ് മാത്രമേ ആ റോഡിനുണ്ടായിരുന്നുള്ളൂ. ഇന്നത് പൊളിഞ്ഞ് അതിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കിയേ, എത്രത്തോളം വലുതായി. വാഹനങ്ങൾ പറഞ്ഞു വീണ് ആളുകൾ അപകടം സംഭവിക്കുന്നത് വരെ ഇനിയും സർക്കാർ, ഗവൺമെന്റ് അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ആളുകൾ കാത്തു നിൽക്കും. സാധാരണ യാത്രക്കാർ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനു വേണ്ടി ഉദ്യോഗസ്ഥന്മാർ ഇതുവഴി പല സമയത്ത് പോണതാണ്. അവരൊന്നും ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് സത്യം. പൊതുജനം എന്ന് ശബ്ദിക്കുന്നോ അന്ന് മാത്രമേ ഈ വക കാര്യങ്ങളെ ആൾക്കാർ ഇടപെടാൻ ശ്രമിക്കുന്നുള്ളൂ. പബ്ലിക്കിന്റെ ശമ്പളം മേടിച്ചുകൊണ്ട്, നികുതി പണം കൊണ്ട് ശമ്പളം മേടിച്ചുകൊണ്ട് ഇവിടെ പണിയെടുക്കുന്ന ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും, ഇപ്പൊ PWD ചെയ്താൽ വാട്ടർ അതോറിറ്റി ചെയ്യണം, വാട്ടർ അതോറിറ്റി ചെയ്താൽ PWD ചെയ്യണം എന്നുള്ള തർക്കമാണ് അവരുടെ അടുത്ത് എന്ന് പറഞ്ഞാണ്ടാവുക. ഇത് കൃത്യമായ സമയങ്ങളിൽ ഇടപെടൽ 2 വിഭാഗക്കാരും നടത്തുകയാണെങ്കിൽ പൊതുജനങ്ങൾ അപകടകരമല്ലാത്തൊരവസ്ഥയിൽ യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഇവിടെ എന്നല്ല, എവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കൃത്യസമയങ്ങളിൽ ഇടപെട്ടാൽ അത് പൊതുജനത്തിന് ഉപകാരമായിരിക്കും. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൈപ്പിൽ നിന്ന് വെള്ളം, ഇതിന്റെ അടിയിൽ കൂടെ പോകുന്ന പൈപ്പ് പൊട്ടിയിട്ടുള്ള വെള്ളം പോകുന്നതാണ് പ്രധാന കാരണം. ആ പൈപ്പ് പൊട്ടിയ ദിവസമോ അതല്ലെങ്കിൽ അതിന് ശേഷമോ ഇതൊന്ന് തുറന്ന് അടക്കാനുള്ള ശ്രമം ഉണ്ടായാൽ മതി. ഇപ്പോ കണ്ടമാനം വെള്ളം പോകുന്നുണ്ട്. ഇപ്പൊ വെള്ളം കുറച്ചേ പോകണുള്ളൂ. അത് തുറന്നു നിൽക്കുന്ന സമയത്ത് നല്ലോണം വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ അടയാളാണ് മഴ പെയ്ത തോതിൽ ഈ റോഡിൽ അതുവരെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.